2-3 വർഷത്തോളം ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ആണ് നമുക്ക് അശ്വിൻ ജനിക്കുന്നത്. അപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെ കിട്ടിയൊരു കുഞ്ഞാണ്. ആളൊരു 3.5 വയസ്സ് മുതൽ നന്നായിട്ട് ഈ മൊബൈലിൽ കൂടെ കേട്ടും അല്ലാതെയൊക്കെ കേട്ട് നന്നായിട്ട് പാട്ട് പാടും. അങ്ങനെ നമ്മളെ വീടിനടുത്തൊരു ക്ഷേത്രമുണ്ട്, പാളിയറ ഭൂതത്താൻ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഒരു ഓർക്കസ്ട്രക്കാർ വന്നപ്പോഴത്തേക്ക് മോന് പാടണമെന്നൊരാഗ്രഹം പറഞ്ഞു. അങ്ങനെ ശ്രുതി ഓർക്കസ്ട്ര അവരെ കൂടെ 3-3.5 വയസ്സിൽ കയറി ഒരു നാടൻ പാട്ടൊക്കെ പാടി. എനിക്ക് ഈ അസുഖം വന്നതിന് ശേഷവും ഞാൻ ഒരു വെള്ളനാട് ഒരു ഫാസ്റ്റ് ഫുഡ് ഒരു തട്ടുകട രാത്രി നടത്തുമായിരുന്നു. രാവിലെ ഒരു വൈകുന്നേരം 4 മണി മുതൽ ഒരു 12 മണി വരെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്കത് 2 വർഷം മുമ്പേ വീണ്ടും ഒരു ബ്ലോക്ക് വന്ന് അങ്ങനെ അറ്റാക്ക് വന്ന് പ്രശ്നമൊക്കെ ആയതിനു ശേഷം പിന്നെ തട്ടുകടയിൽ നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ വന്നു. പിന്നെ വൈഫിനും കൂടെ സുഖമില്ലാതായി. ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ മറ്റുള്ള ജോലികളൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. അന്ന് സ്കാനിങ് എല്ലാം കഴിഞ്ഞ് ഓപ്പറേഷൻ സർജറി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് സമയം അമ്മയുടെ അടുത്ത് ചോദിക്കും, അമ്മ അച്ഛൻ്റെ ഗുളിക എടുത്താൽ, അല്ലെങ്കിൽ ബാത്റൂമിൽ ചെല്ലുമ്പോഴത്തേക്ക് അവനെ കൊണ്ട് പറ്റില്ലെങ്കിൽ അവൻ എന്നെ കൈ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി കാവൽ നിൽക്കും ഞാൻ തിരിച്ച് വരുന്നത് വരെ. അതേപോലെ ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ, കാരണം അച്ഛൻ ഒറ്റയ്ക്ക് പോകണ്ടെന്നുള്ള, എവിടെ പോയാലും എൻ്റെ കൂടെ. പിന്നെ അങ്ങനെ പോയി ഇപ്പോൾ അതൊരു ശീലമായിപ്പോയി. ഇപ്പോൾ അവനില്ലാതെ എനിക്കും പിന്നെ മകൻ പഠിക്കുന്നത് നമ്മുടെ വെള്ളനാട് സരസ്വതി വിദ്യാമന്ദിര സ്കൂളിലാണ്. അതായത് അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളെക്കാളും കൂടുതലൊരു പരിഗണന, കാരണം അച്ഛനും അമ്മയ്ക്കും പിന്നെ പ്രശ്നങ്ങളും സുഖമില്ല എന്നുള്ള ധാരണ അവർക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് അവനെ അതേപോലെ നല്ല രീതിയിലാണ് അവനെ കെയർ ചെയ്യുന്നത്. വൈഫിന് ഈ പ്രശ്നം വന്നതിന് ശേഷം വീട്ടിൽ രാവിലെ ഊണ് വയ്ക്കൂല, ചോറ് വയ്ക്കൂല. ഇപ്പോൾ ഈ ഇടയ്ക്ക് ചെന്നപ്പോഴത്തേക്ക് എല്ലാ ടീച്ചർമാരെയും പാത്രത്തിൽ നിന്ന് ഒരേ സ്പൂൺ ചോറും കോരിയാണ് അവന് കൊടുത്തത്. അശ്വിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു മനോമനയാണ്, ഞങ്ങളുടെ അഭിമാനമാണ്. ഞങ്ങളുടെ മാത്രമല്ല, ഈ സ്കൂളിൻ്റെ മാത്രമല്ല, വെള്ളനാട് പ്രദേശത്തെ മൊത്തം ആളുകളും ഇപ്പോൾ അശ്വിൻ്റെ ഒരു ആരാധകരായി മാറിയിരിക്കുകയാണ്. അശ്വിന് ഒരു ദിവസം ഇതിനിടയ്ക്ക് ഇവിടെ സ്കൂളിൽ വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ കുട്ടികളുടെ കണ്ണുകളിലുണ്ടായ ആ ഒരു തിളക്കം, ഞങ്ങളുടെ ഹീറോയായി മാറിയിരിക്കുകയാണ് അശ്വിൻ. ഞാൻ പാട്ട് പാടുന്നത് കേട്ടിട്ട് അച്ഛനും അമ്മയ്ക്കും എന്നെക്കാൾ സന്തോഷം അച്ഛനും അമ്മയ്ക്കുമാണ്. അപ്പം അങ്ങനെ പകുതി അസുഖങ്ങളും അച്ഛൻ്റെ അമ്മയുടെ മാറുന്നുണ്ട്. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല പാട്ടുകൾ പാടി അവരെ സന്തോഷിപ്പിക്കുന്നതാണ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.